എനിക്ക് ജയകൃഷ്ണൻ എത്ര വർഷമായിട്ട് അറിയുന്നതാ. മൂപ്പരുടെ ഒരു 100 വിക്രികളുടെ കഥകളും എനിക്ക് പറയാൻ പറ്റും. പക്ഷെ എന്റെ അറിവില് ജയകൃഷ്ണൻ ഏതെങ്കിലും ഒരു പെണ്ണിനോട് എന്തെങ്കിലും റിക്വസ്റ്റ് നടത്തുന്ന സംഭവം ഇതാദ്യമായിരിക്കും. ശരിക്കും ആദ്യമായിരിക്കും. അതുകൊണ്ട് തന്നെ നിന്റെ ഈ എടുത്തടിച്ചുള്ള മറുപടി അയാൾ ആകെ ഒലിച്ചിട്ടുണ്ടാവണം എന്റെ കണക്കൂട്ടലില്. എപ്പോഴൊക്കെ എന്തൊക്കെ കാണിച്ചു കൂട്ടുമെന്ന് ഏറ്റവും അടുത്ത ഫ്രണ്ട്സിന് പോലും പറയാൻ പറ്റാത്തൊരു ടൈപ്പാണ് ആ മനുഷ്യൻ. ഒറ്റൊരു സ്റ്റെപ്പ് എടുക്കുന്നത് പറഞ്ഞാൽ കടിഞ്ഞാൻ പൊട്ടിയെന്ന് കണക്കാക്കേണ്ട ഒരു ടൈപ്പ്. ഈ ടൗണിൽ തന്നെ അയാൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരു അണ്ടർവേൾഡ് ഉണ്ട്, അറിയോ? നമസ്കാരം. 80കളിൽ മലയാള സിനിമയിൽ മാറ്റത്തിന്റെ കാലമായിരുന്നു. മലയാള സിനിമ നാടകത്തിന്റെയും സ്ഥിരം സെറ്റുകളുടെയും അന്തരീക്ഷത്തിൽ നിന്നും മാറി മണ്ണിന്റെയും മനുഷ്യന്റെയും ഗന്ധമുള്ള റിയലിസ്റ്റിക് രീതികളിലേക്ക് ചുവടുവെച്ച കാലഘട്ടം. ഭരതൻ, പത്മരാജൻ, മോഹൻ എന്നീ സർഗധനരുടെ സിനിമകളിലൂടെ കൂടുതൽ ജനകീയമാകുന്ന കാലം. സിനിമയിൽ യുവാക്കളുടെ ഒരു നിര തന്നെ ഉയർന്നു വന്നു. കഥാമൂല്യമുള്ള സിനിമകളുടെ ഒരു പ്രവാഹം തന്നെ ഉണ്ടായി. കലാലയങ്ങളിൽ സിനിമകൾ യുവാക്കൾ ആഘോഷമാക്കി. മാറ്റത്തിന്റെ ചുവട് പിടിച്ച് മലയാള സിനിമയിൽ പ്രണയകാമുകനായി ഉയർന്നു വന്ന ഒരു പ്രതിഭയായിരുന്നു ശ്രീനാഥ് എന്ന നടൻ. ശ്രീ പി പത്മരാജൻ എഴുതി മോഹൻ സംവിധാനം ചെയ്ത ശാലിനി എന്റെ കൂട്ടുകാരി എന്ന ചിത്രത്തിലൂടെയാണ് ശ്രീനാഥ് ചലച്ചിത്ര രംഗത്തെത്തുന്നത്. 2 യൗവനയുക്തരായ കൂട്ടുകാരികളുടെ, ശാലിനിയുടെയും അമ്മുവിന്റെയും സ്നേഹത്തിന്റെ കഥ പറയുന്നതാണ് സിനിമ. ശോഭ അവതരിപ്പിച്ച ശാലിനിയും ജലജയുടെ അമ്മുവും അവരുടെ ക്യാമ്പസ് കാലവും എല്ലാം മലയാള സിനിമയ്ക്ക് ഒരു പുതുകാഴ്ചയുടെ വസന്തം തീർത്തു. ഇതിൽ ജലജയുടെ ഭർത്താവായാണ് ശ്രീനാഥ് അഭിനയിച്ചത്. കൈയടക്കത്തിലുള്ള അഭിനയം പ്രശംസനീയമായിരുന്നു. പിന്നീട് 40ഓളം ചിത്രങ്ങളിൽ അഭിനയിച്ചു. അതിനുശേഷം ടെലിവിഷനിലേക്ക് ശ്രദ്ധ തിരിച്ചു. തൃശൂർ ജില്ലയിലെ കൂഴൂരിൽ കമലാലയത്തിൽ ബാലകൃഷ്ണൻ നായരുടെയും കമലാദേവിയുടെയും മകനായി 1956 ഓഗസ്റ്റ് 26 ജനനം. ഐരാണിക്കുളം സർക്കാർ സ്കൂൾ, കല്ലേറ്റിങ്കര BVM ഹൈസ്കൂൾ, അളഗപ്പ നഗർ ത്യാഗരാജ പോളിടെക്നിക്, സൗത്ത് ഇന്ത്യൻ ഫിലിം ചേംബർ സ്കൂൾ ഓഫ് ആക്ടിംഗ്, ചെന്നൈ എന്നിവിടങ്ങളിൽ നിന്ന് വിദ്യാഭ്യാസം പൂർത്തിയാക്കി. ശാലിനി എന്റെ കൂട്ടുകാരി എന്ന സിനിമയ്ക്ക് ശേഷം ശ്രീനാഥിനെ തേടി നിരവധി ചിത്രങ്ങൾ. അതിൽ തന്നെ പ്രശസ്ത സംവിധായകരുടെ സിനിമകളിൽ മുഖ്യ വേഷത്തിൽ അഭിനയിക്കാനും കഴിഞ്ഞു. PG വിശ്വംഭരന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഇത് ഞങ്ങളുടെ കഥ തമിഴ് ചിത്രമായ പലൈവന സോലയുടെ റീമേക്കാണ് ഈ ചിത്രം. ഒരേ പെൺകുട്ടിയെ പ്രണയിച്ച 5 സുഹൃത്തുക്കളുടെ ജീവിതത്തിനെ കുറിച്ചുള്ള രസകരമായ കഥ. ശ്രീനാഥ്, മുകേഷ്, ജഗതി, മണിയമ്പിള്ള രാജു, ശാന്തി കൃഷ്ണ തുടങ്ങിയവർ അഭിനയിച്ചു. സന്ധ്യ മയങ്ങുന്നേരം, ചേക്കേറാൻ ഒരു ചില്ല, മംഗളം നേരുന്നു, അങ്ങനെ വ്യത്യസ്തമായ വേഷങ്ങളിൽ ശ്രീനാഥ് മലയാള സിനിമയിൽ ഒരിടം കണ്ടെത്തി. മലയാളത്തിൽ മാത്രമല്ല, റെയിൽ പയനങ്ങൾ, ഉണ്മൈകൾ, കൺവെടിയും പൂക്കൾ എന്നീ തമിഴ് ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട്. 80കളിൽ മലയാളികൾ ആഘോഷിച്ച ജോഡികളായിരുന്നു ശ്രീനാഥിന്റെയും ശാന്തി കൃഷ്ണയുടെയും. ഇരുവരും ചേർന്ന് ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചു. സിനിമാ സെറ്റുകളിൽ പൂത്തുലഞ്ഞ പ്രണയം. ശാന്തി കൃഷ്ണയുടെ വീട്ടുകാരുടെ എതിർപ്പിനെ മറികടന്ന് ഇരുവരും 1984 സെപ്റ്റംബറിൽ വിവാഹിതരായി. വിവാഹശേഷം ശാന്തി കൃഷ്ണ അഭിനയം മതിയാക്കി. ശ്രീനാഥിന് സിനിമയിൽ അവസരങ്ങൾ കുറഞ്ഞു തുടങ്ങി. മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങിയവർ നായകവേഷത്തിൽ തിളങ്ങിയതോടെ ശ്രീനാഥിന്റെ സാധ്യതകൾ മങ്ങി. അദ്ദേഹം പതിയെ മറ്റു പ്രധാന വേഷങ്ങളിലേക്ക് മാറി. കിലുക്കം, കിലുകിലുക്കം, ഒരു CBI ഡയറി കുറിപ്പ്, കിരീടം, മൂന്നാം മുറ, ചെങ്കോൽ, വാഴുന്നൂർ, കുടുംബപുരാണം, കേരള കഫേ, ദേവാസുരം, മതിലുകൾ, സർവകലാശാല തുടങ്ങി പ്രധാന നടന്മാരിൽ നിന്നും സഹനടനിലേക്ക് ചുരുക്കപ്പെട്ടു. ജീവിതത്തിന്റെ ഗതിവിഗതികൾ നമ്മുടെ പ്രവൃത്തികളിൽ അധിഷ്ഠിതമാണ്. പ്രതീക്ഷകൾ മങ്ങിത്തുടങ്ങിയപ്പോൾ ശ്രീനാഥിന്റെ ജീവിതശൈലിയെയും അത് ബാധിച്ചു. മദ്യപാനവും കൃത്യനിഷ്ഠയില്ലായ്മയും ഒക്കെ അദ്ദേഹത്തെ ബാധിച്ചിരുന്നു. ശാന്തി കൃഷ്ണയുമായുള്ള വിവാഹ ജീവിതത്തിലും അസ്വാരസ്യങ്ങൾ തുടങ്ങി. ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ടതോടുകൂടി വിഷാദരോഗവും ബാധിച്ചു. ഭാര്യയുമായി ബന്ധപ്പെടുത്തി മറ്റൊരു നടന്റെ ഗോസിപ്പുകളും അദ്ദേഹത്തെ വല്ലാതെ ബാധിച്ചു. കുടുംബ പ്രശ്നങ്ങൾ തീവ്രമായപ്പോൾ ശ്രീനാഥും ശാന്തി കൃഷ്ണയും 1995 നിയമപരമായി വേർപിരിഞ്ഞു. ശ്രീനാഥിന്റെ അമിത മദ്യപാനവും പിടിവാശിയും വഴക്കുകളുമാണ് കാരണമെന്ന് ശാന്തികൃഷ്ണ പറയുകയുണ്ടായി. സിനിമാ ലോകവും ആസ്വാദകരും കൊണ്ടാടിയ ഒരു പ്രണയവിവാഹം കൂടി അവസാനിച്ചു. പക്വതയില്ലാത്ത പ്രായത്തിൽ എടുത്തു ചാടിയ തീരുമാനം തെറ്റിപ്പോയി എന്ന് ഇരുവർക്കും തോന്നിക്കാണും. ശാന്തി കൃഷ്ണ വീണ്ടും വിവാഹിതയാകുകയും 2 കുട്ടികളുടെ അമ്മയുമായി. ഇപ്പോൾ വിവാഹമോചിതയും സിനിമകളിൽ സജീവമായി അഭിനയിക്കുകയും ചെയ്യുന്നു. ശ്രീനാഥ് പിന്നീട് കൊല്ലം തെന്മല സ്വദേശിനി ലതയെ വിവാഹം കഴിച്ചു. സിനിമയിൽ അവസരം കുറഞ്ഞപ്പോൾ ടെലിവിഷൻ സീരിയലുകളിൽ സജീവമായി. തപസ്യ, സമയം, മരണം ദുർബലം, മോഹപക്ഷി, തിരശ്ശീലയ്ക്ക് പിന്നിൽ, എന്റെ മാനസപുത്രി എന്നിവയാണ് അഭിനയിച്ച സീരിയലുകൾ. അക്കാലയളവിൽ ടെലിവിഷൻ നടനുള്ള സംസ്ഥാന പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. സിനിമാ മേഖല ഒരു സമസ്യ പോലെയാണ്. അവിടെ വാഴുന്നവരും വീഴുന്നവരുമെല്ലാം
പല കോക്കസുകളുടെയും ഗ്രൂപ്പുകളുടെയും നിയന്ത്രണത്തിലാണ് നിന്നു പോവുക എന്നത് തന്നെ. ഒരു ട്രിപ്പീസ് കളിയാണ് ലൈംലൈറ്റിൽ നിൽക്കുന്ന അഭിനേതാക്കളുടെ ബലഹീനതകൾ പാട്ടായി പടരുകയും അവയൊക്കെ പർവ്വതീകരിച്ച് ആത്മസുഖം കണ്ടെത്തുന്നവർ ധാരാളം. അതിനുള്ള പ്രത്യേക സംഘങ്ങളും പലർക്കുമുണ്ട്. സിനിമയിൽ ശ്രീനാഥിന് കാര്യങ്ങൾ അത്ര എളുപ്പമായിരുന്നില്ല. കുടുംബത്തിനായി വെച്ച വീടും ഒരു ബാധ്യതയായി. തന്റെ തൊഴിലിടത്തിലെ തിരസ്കാരങ്ങൾ ഒരു നടൻ എന്ന രീതിയിൽ മുന്നോട്ടുള്ള പോക്കിൽ ഏറെ ബുദ്ധിമുട്ടായി. അത് ജീവിതത്തിലും പടരുകയായിരുന്നു. AMMA പോലുള്ള അഭിനയ സംഘടനയിൽ ശ്രീനാഥ് അംഗമായിരുന്നില്ല. അതിലേക്കുള്ള ക്ഷണവും അദ്ദേഹം സ്വീകരിച്ചിരുന്നില്ല. ഈ കാലയളവിലാണ് തിലകനെ പോലുള്ള അതുല്യ നടനെ AMMA വിലക്കിയതും. അഭിനയ രംഗത്ത് മാത്രമല്ല, രാഷ്ട്രീയ രംഗത്തും ഒരു ശ്രമം നടത്തി. 2009 നടന്ന 15ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് ശിവസേനയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചു പരാജയപ്പെട്ടു. വീണ്ടും അഭിനയത്തിലേക്ക് തിരിയുകയായിരുന്നു. സിനിമയിൽ നിന്നും നല്ലൊരു റോൾ അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ അത് അത്ര എളുപ്പമല്ല എന്നും അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അഭിനയം മാത്രം അറിയുന്ന ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം അദ്ദേഹം ചെയ്യാൻ ശ്രമിച്ചു. TV സീരിയൽ അഭിനയത്തിൽ കൂടുതൽ ശ്രദ്ധിച്ചു. സിനിമയിൽ കിട്ടുന്ന ചെറിയ വേഷങ്ങൾ വരെ ചെയ്യുകയും ചെയ്തു. ആ അവസരത്തിലാണ് M. പത്മകുമാർ സംവിധാനം ചെയ്യുന്ന ഷിക്കാർ എന്ന മോഹൻലാൽ ചിത്രത്തിൽ നല്ലൊരു മുഴുനീള വേഷവുമായി ശ്രീനാഥിനെ സമീപിക്കുന്നത്. കാത്തിരുന്ന അവസരം കൈവന്നതിനാൽ അദ്ദേഹം സന്തോഷത്തോടുകൂടി അത് സ്വീകരിക്കുകയും ചെയ്തു. ഷിക്കാറിൽ അഭിനയിക്കാനായി ശ്രീനാഥ് കോതമംഗലത്തേക്ക് പോയി. അവിടെ പ്രൊഡക്ഷൻ ടീം എടുത്ത മാരിയ ഇന്റർനാഷണൽ ഹോട്ടലിൽ 2010 ഏപ്രിൽ 23 ശ്രീനാഥിനെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. മരണത്തിൽ ദുരൂഹതകൾ ഒന്നുമില്ലെന്നായിരുന്നു പോലീസിന്റെ നിഗമനം. മൃതദേഹം വിധിപ്രകാരം സംസ്കരിച്ചെങ്കിലും വീട്ടുകാർക്ക് ശ്രീനാഥിനെ മരണത്തിൽ സംശയമുണ്ടായിരുന്നു. അവർ പരാതി കൊടുത്തിരുന്നു. എന്നാൽ ശ്രീനാഥ് 7 വർഷം മുമ്പ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചതുമായി ബന്ധപ്പെട്ട ഫയൽ കോതമംഗലം പോലീസ് സ്റ്റേഷനിൽ വെച്ച് അപ്രത്യക്ഷമായ വാർത്ത പുറത്തു വന്നത് അടുത്താണ്. അതിന് പിന്നാലെയാണ് മരണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം രംഗത്ത് വന്നത്. കോതമംഗലത്തെ മരിയ ഹോട്ടലിലെ 102-ാം നമ്പർ മുറിയിൽ ഞരമ്പ് മുറിച്ച് രക്തം വാർന്നു മരിച്ച നിലയിലാണ് ശ്രീനാഥിനെ കണ്ടെത്തിയത്. ശ്രീനാഥ് ജീവനൊടുക്കാൻ ഒരു സാധ്യതയുമില്ലെന്ന് വീട്ടുകാർ പറഞ്ഞിരുന്നുവെങ്കിലും 4 മാസം കൊണ്ട് അന്വേഷണം അവസാനിപ്പിച്ചു. ശ്രീനാഥിന്റെ മരണം കൊലപാതകമാണെന്ന് സംശയമുണ്ടെന്ന് സഹോദരൻ സത്യനാഥ്. അദ്ദേഹം അതിനുള്ള അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും DGPക്കും പരാതിയും നൽകി. ശ്രീനാഥിന്റെ മൃതദേഹത്തിലെ മുറിവുകൾ പോലീസ് വേണ്ട രീതിയിൽ പരിശോധിച്ചിട്ടില്ലെന്നും ശ്രീനാഥിന്റെ മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടതിൽ ദുരൂഹതയുണ്ടെന്നും സത്യനാഥ് പറയുന്നു. ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച ശ്രീനാഥിന്റെ മരണം പുനരന്വേഷിക്കുക തന്നെ ചെയ്യണം. സത്യം പുറത്തു വരിക എന്നത് എല്ലാവർക്കും നല്ലതാണ്. നിരാലംബരായ ശ്രീനാഥിന്റെ കുടുംബത്തിനും അത് ആശ്വാസമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സിനിമയെന്ന മായിക ലോകത്ത് ഒരു നക്ഷത്രമായി ജ്വലിച്ച് ഒരു ചെറുനേരത്തിൽ പൊലിഞ്ഞുപോയ പ്രതിഭാതനായ ആ കലാകാരന്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ പ്രണാമം.